വളരെ ചുരുങ്ങിയ കാലയളവിൽ ഓൺലൈൻ മാധ്യമ രംഗത്ത് ഏറെ വായനക്കാരുള്ള GCC ടൈംസിന്റെ യൂട്യൂബ് ചാനലിൽ റിയാദിലെ സാംസ്കാരിക, സാമൂഹിക, ജീവകാരുണ്യ, വിദ്യാഭ്യാസ, കലാരംഗത്തുള്ള വ്യക്തികളുടെ അഭിമുഖങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ആദ്യമായി റിയാദിലെ വളരെ പ്രശസ്തമായ മോട്ടിവേഷൻ സ്പീക്കറും പേരൻസ് ഗൈഡൻസ് ക്ലാസുകളും എടുത്ത് റിയാദിലെ പൊതുസമൂഹത്തിന് വളരെ സുപരിചിതമായ ശ്രീമതി സുഷമ ഷാനിന്റെയാണ് ആദ്യത്തെ ഇന്റർവ്യൂ. നമസ്കാരം. GCC ടൈംസിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസ ലോകത്ത് പരിചയപ്പെടുത്തലുകൾ ഒന്നും തന്നെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. പാരന്റൽ ഗൈഡൻസിലൂടെയും മോട്ടിവേഷൻ ക്ലാസുകളിലൂടെയും ഇൻഫ്ലുവൻസർ കൂടിയായ റിയാദിലെ സുഷമ ഷാൻ. നമസ്കാരം. നമസ്കാരം. മാഡം, പ്രവാസ ലോകത്ത് ഇന്ന് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പ്രവാസ ലോകത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് വിദ്യാർത്ഥികളെക്കാളും വിദ്യാർത്ഥികളുടെ പേരൻസിനാണ് ഗൈഡൻസ് ഏറ്റവും കൂടുതൽ ആവശ്യം. കാരണം വിദ്യാർത്ഥികൾ പുറത്ത് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസും അവർ ഫേസ് ചെയ്യുന്ന എന്താ പറയുക ഈ ഒരു കോമ്പറ്റീഷനും ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവ് വേണ്ടത് പേരൻസിനാണ്. എന്നാൽ മാത്രമേ പേരൻസിന് ഒരു പ്രോപ്പർ ഗൈഡൻസ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇപ്പം എല്ലാ ഫീൽഡിലും ഒരുപാട് കോമ്പറ്റീഷൻസ് ആണ്. അതിനോടൊത്തും അവർക്ക് പ്രഷറാണ്. എവിടുന്ന് സ്കൂളിൽ നിന്നായാലും ഫാമിലി പേരൻസിൽ നിന്നായാലും എല്ലായിടത്തും കുട്ടികൾക്ക് വരുന്ന ഒരു ഓവർ പ്രഷറാണ് സത്യത്തിൽ ഇന്നത്തെ യങ്കർ ജനറേഷൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ. ആൻഡ് അവർ മനസ്സിലാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ എനിക്കിവിടെ വരുന്ന ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് വരുന്ന ഈ ഒരു 10 എന്നൊരു 12 വരെയും പഠിക്കുന്ന കുട്ടികളാണ്. പലപ്പോഴും ഈ കുട്ടികൾ എൻ്റെ അടുത്ത് വരുന്നത് അവർക്ക് ചുമ്മാ സംസാരിക്കാൻ വേണ്ടി മാത്രം വരാറുണ്ട്. കാരണം അവർക്കൊന്ന് ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ഇഷ്യൂ ആണ് നമ്മുടെ കുട്ടികൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉപരിപഠനാർത്ഥം പ്രത്യേകിച്ച് പ്രവാസി കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് അതല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ അവർക്ക് നൽകാനുള്ള ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? ഇവിടുന്ന് പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ വേണ്ടത്, ഇപ്പം നമ്മൾ നാട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ, ഇന്ത്യയിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പല രീതിയിൽ എക്സ്പോഷേഴ്സ് ഇല്ല. ഇപ്പം ഇവിടെ സൗദി അറേബ്യയിൽ പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും നമ്മുടെ നാട്ടിലെ കുട്ടികളെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പല എക്സ്പോഷേഴ്സും പല എക്സ്ട്രാ സ്കിൽസും നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇപ്പം ഇന്ത്യയിൽ അല്ലാണ്ട് പുറത്തെ രാജ്യത്ത് പോകുവാണെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ജസ്റ്റ് അക്കാഡമിക്കലി അവർ എത്ര എക്സലൻറ്റ് ആണെന്നുള്ളതിൽ ഒരു കാര്യവും ഇല്ല. ഇപ്പം എന്താ പറയുക, ക്ലാസ്സിലെ ടോപ്പർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ ടോപ്പർ ആണെന്നും പറഞ്ഞ് ആ കുട്ടിക്ക് എക്സ്ട്രാ ലൈഫ് സ്കിൽസ് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് ആ കുട്ടി പഠിച്ചിട്ടില്ലെന്നാണെങ്കിൽ അത് നമ്മളൊരു എന്താ പറയുക, ഒരു കാറിന് 4 വീൽസ് ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്കൊരു സ്റ്റീറിംഗ് വീൽ വേണം. അതുപോലെയാണ് അവർ പഠിക്കുന്ന ഈ എക്സ്ട്രാ സ്കിൽസ് എന്ന് പറയുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ്, ഇങ്ങനത്തെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്ട്രാ സ്കിൽസ് ആണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. സോ ദാറ്റ് അവർ പുറത്ത് വേറെ രാജ്യത്ത് പോകുമ്പോൾ അവരെക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നിടത്ത് പോകുമ്പം അവർക്ക് പിടിച്ചു നിൽക്കാനും അവരുടെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും എപ്പോഴും അക്കാഡമിക്സിന് നമ്മൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതിലപ്പുറം ഇമ്പോർട്ടൻസ് ഇതുപോലത്തെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ പ്രവാസ ലോകത്ത് നമ്മുടെ കുട്ടികൾ ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും ഫേസ് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണം പാരന്റൽ ഗൈഡൻസിന്റെ കുറവ്, അതല്ലെങ്കിൽ കുട്ടികൾ മാതാപിതാക്കളുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അവർക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല എന്നുള്ള നിരന്തരം വരുന്ന കംപ്ലൈന്റ് ആണ്. ഈ വിഷയത്തിൽ നമ്മൾ കുട്ടികളെയാണോ അതോ മാതാപിതാക്കളെയാണോ കൂടുതൽ? എന്നോട് ചോദിച്ചാൽ ഏതൊരു വിഷയത്തിലും ഏറ്റവും കൂടുതൽ അറിവ് വേണ്ടതും എന്താ പറയുക ഗൈഡൻസ് കിട്ടേണ്ടതും പേരൻസിനാണ്. കാരണം നമ്മൾ ഇപ്പൊ പേരൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു ജനറേഷന്റെ ആൾക്കാരാണല്ലോ. അപ്പൊ നമ്മൾ കാണാത്തതും നമ്മൾ അറിയാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് നമ്മുടെ മക്കൾ ഇപ്പൊ കാണുന്നതും അറിയുന്നതും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറുതായി പറയണമെങ്കിൽ നമ്മുടെ കുട്ടികളോട് നമ്മൾ എപ്പോഴും പറയുന്നത്, നിന്റെ പ്രായത്തിൽ ഞാൻ ഫോൺ കണ്ടിട്ട് പോലും ഇല്ല, നിനക്ക് ഇത്രയും ചെറുതാണ്, നീ ഫോണ് വെച്ച് നോക്കിയിരിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പൊ ആ ഒരു പ്രിവിലേജ് നമ്മുടെ കുട്ടിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആസ് എ പേരന്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് ആ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിലെ ശരികളും തെറ്റുകളും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ ഒരു പേരന്റിനോട് ഞാൻ പറയുന്നത്,
നിങ്ങൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി പൈസ സമ്പാദിച്ച് വെക്കാൻ പറ്റും, നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി വെക്കാൻ പറ്റും, നമ്മൾ ഈ പറയുന്ന പോലെ ഏറ്റവും ടോപ്പസ്റ്റ് യൂണിവേഴ്സിറ്റീസിൽ പഠിപ്പിക്കാൻ പറ്റും, എല്ലാം പറ്റും. പക്ഷേ നമ്മുടെ കുട്ടിക്ക് നമ്മളിലൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മളോട് അച്ഛനോട് പോയി പറയാം അല്ലെങ്കിൽ അമ്മയോട് പോയി പറയാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ കുട്ടിക്ക് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തുണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഈ തെറ്റായ വഴികളിലോട്ട് പോകുന്നത്. നമ്മുടെ ഈ എക്സ്പാറ്റ് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കണ്ട നാട്ടിൽ പോയ ഈ ഡ്രഗ്സോ ആൽക്കഹോളോ അല്ല ചീത്ത കൂട്ടുകെട്ടിൽ പോകുന്നത്. കാരണം അവർക്ക് വിസിബിൾ ആവണം എന്നുള്ളൊരു തോന്നലാണ്. ഇവിടെ നമ്മളിങ്ങനെ ചിറകിന്റെ ഇടയിൽ ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ട് വളർത്തുവാണ്. കുട്ടി ഒരു ടോയ് ചോദിച്ചാൽ കടയിൽ കൊണ്ടുപോയി 3 ടോയ് മേടിച്ചു കൊടുക്കും. കുട്ടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കപ്പ് അവിടെ വെച്ചാൽ അത് കിച്ചണിൽ കൊണ്ട് വെക്കാൻ പോലും നമ്മൾ പറയില്ല, നമ്മളത് എടുത്ത് കൊണ്ടുപോയി വെക്കും. നമ്മളിങ്ങനെ ഒത്തിരി എക്സ്ട്രാ സ്നേഹവും കൊടുത്ത് പാമ്പർ ചെയ്ത് വളർത്തി കഴിയുമ്പം കുട്ടികൾക്ക് പുറത്തു പോകുമ്പോൾ കിട്ടുന്നത് ആ ഒരു ഫ്രീഡമിനെ ആണ് അവർ മിസ്യൂസ് ചെയ്യുന്നത്. അപ്പം ആസ് എ പേരന്റ് നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അറിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, മാഡം ഇപ്പോൾ റിയാദിൽ അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറാണ് കുട്ടികൾക്കിടയിൽ, അതുപോലെ തെറാപ്പിസ്റ്റാണ്, ലൈഫ് മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, അതുപോലെ പാരന്റൽ ഗൈഡൻസ് നൽകുന്നുണ്ട്. ഇതിൽ ഏതിലാണ് കൂടുതൽ ശോഭിക്കാൻ കഴിയുന്നില്ല, ഏതിലാണ് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ്? ഇതിപ്പം പേരന്റൽ ഗൈഡ് ആയാലും ഇൻഫ്ലുവൻസർ ആയാലും മോട്ടിവേഷണൽ സ്പീക്കർ ആയാലും കൗൺസിലർ ആയാലും ഇതെല്ലാം ഒരു മരത്തിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണ്. ഇതിന്റെ എല്ലാം റൂട്ട് എന്ന് പറയുന്ന ബേസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ആംബിഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ എത്രയും കൂടുതൽ പറ്റും ഈ ഇമോഷണലി സങ്കടം അല്ലെങ്കിൽ ഇഷ്യൂസിലിരിക്കുന്ന ആൾക്കാരെ, അത് ഇന്ന ഒരു ഗ്രൂപ്പ് എന്നില്ല, അത് കുട്ടികളെന്നില്ല, ബിക്കോസ് ഞാൻ കപ്പിൾ കൗൺസിലിങ്ങും ചെയ്യാറുണ്ട്, എൻ്റെ അടുത്ത് എഡൽട്സ് വരാറുണ്ട്. അങ്ങനെ വെറും കുട്ടികൾ എന്നുള്ള രീതിയിലല്ല. എൻ്റെ ഒരു ഇൻറ്റൻഷൻ, എൻ്റെ അടുത്ത് വരുന്ന ഒരാളൊരു ഇഷ്യൂ ആയിട്ട് വരുമ്പം അവർക്ക് സമാധാനമായി ഒരു സ്മൈലോടെ എൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി പോവുക, അത് മാത്രമാണ് എൻ്റെ ഒരു ഇതുള്ളൂ. അതിലെനിക്ക് ഇന്ന ഒരു ടാഗ് എന്നുള്ളതൊന്നുമില്ല. അത് ഏത് റോളിലായാലും എനിക്ക് എൻ്റെ ജോലി ഞാൻ കൃത്യമായി ചെയ്യണം എന്നുള്ളതാണ്. റിയാദിൽ പ്രത്യേകിച്ച് പ്രവാസ ലോകത്താണ് ഇന്ത്യയിലുള്ള നിരവധി മോട്ടിവേഷണൽ സ്പീക്കർമാരും ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പ്രവാസ ലോകത്തേക്ക് ഒരുപാട് വന്നു വരുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം ഇത്തരം വിഷയങ്ങൾ കൂടുതൽ അഭിമുഖീകരിക്കുന്നത് നമ്മൾ പ്രവാസികളായ കുട്ടികളും പ്രവാസികളായിട്ടുള്ള പാരൻസുമാണോ? ഇതിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയെന്നാണെങ്കിൽ, നമ്മുടെ പേരൻസിനും നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ നോളജ് ഉണ്ട്, അറിയാം. പക്ഷെ ഇപ്പോഴും ആ ഒരു പഴയ ചിന്താഗതിയാണ്. കുട്ടികളെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു സെഷന് കൊണ്ടുവരണം എന്ന് ആലോചിക്കുമ്പം അവർക്കതൊരു എന്തോ ഒരു തെറ്റാണ് എന്നുള്ളൊരു തോന്നലാണ്. കാരണം ഞാൻ പറയണമെങ്കിൽ എൻ്റെ അറിവിൽ തന്നെ എനിക്ക് സ്കൂൾസിൽ നിന്നും എല്ലാം പല ടീച്ചേഴ്സും, അല്ലെങ്കിൽ എനിക്കിപ്പം ഇവിടെയുള്ള മിക്കുള്ള എല്ലാ സ്കൂൾസുമായിട്ടും എനിക്ക് കോൺടാക്റ്റ് ഉണ്ട്. പല ടീച്ചേഴ്സും എന്നോട് പറയാറുണ്ട്, മാം ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് ഈ സ്കൂളിൽ, ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാം ഒന്ന് ഹെൽപ്പ് ചെയ്യാം. എനി ടൈം. എന്നിട്ട് ഈ കുട്ടി വരാതിരിക്കുമ്പം ഞാനായിട്ട് പേരൻസിന്റെ നമ്പർ കളക്ട് ചെയ്തിട്ട് ഞാൻ അവരോട് പറയാറുണ്ട്. അന്നേരം അവരെ അവർക്ക് കുഴപ്പമൊന്നുമില്ല, പഠിക്കാനിരിക്കാനൊരു മടിയാണ്. അതിൻ്റെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ 15 വയസ്സേ ഉള്ളൂ, നിനക്ക് എന്താ സ്ട്രെസ് എന്ന് നമ്മൾ ആലോചിക്കും. അങ്ങനെയല്ല, ഒരു വയസ്സിന്റെ കുട്ടിക്കും ടെൻഷനുണ്ട്, ഒരു വയസ്സിന്റെ കുട്ടിക്ക് അതിന്റെ ലോകമാണ് അതിന് വലുത്. അപ്പം നമ്മുടെ കുട്ടി ഒന്ന് മൂഡ് ഓഫ് ആയി ഇരിക്കുവാണ്, നമ്മുടെ കുട്ടിയിൽ ഒരു ചേഞ്ച് കണ്ടാൽ ആസ് എ പേരന്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മളൊരു കൗൺസിലറുടെ അടുത്തോ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് ഒരു ഹെൽപ്പിന് കൊണ്ടുപോകുക എന്നുള്ളത്. ഇപ്പം ഞാൻ ഏറ്റവും ആദ്യം എന്നോട് ചോദിച്ച ചോദ്യത്തിൽ പറഞ്ഞു, ഞാൻ പലപ്പോഴും സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്. കുട്ടികൾ അവരായിട്ട് എൻ്റെ അടുത്ത് വരണം എന്ന് അവരുടെ പേരൻസിനോട് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പം എന്താ മോനെ, എന്താ പ്രശ്നം, മോൻ എന്താ ഹെൽപ്പ് വേണ്ടേ എന്ന് പറയുമ്പം കുട്ടി ചുമ്മാ കുട്ടിയുടെ പഴയ കാര്യങ്ങളും, അതായത് ആ കുട്ടിക്കൊന്ന് ഓപ്പൺ ചെയ്യണം. അതായത് ഇപ്പോഴത്തെ പേരൻസ് മക്കളുടെ അടുത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും ഒന്നെങ്കിൽ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, എത്ര സ്കോർ കിട്ടി, സ്കൂളിലാരാ ടോപ്പർ, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ പേരൻസ് നിനക്ക് എന്താ ഭാവിയിൽ ആവേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളല്ലാതെ മോനെ നീ ഇന്ന് ഓക്കെ ആണോ, എന്ത് പറ്റി കുറച്ച് ഡല്ലായിരിക്കുന്നു, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, ഇങ്ങനെ ചോദിച്ച് സംസാരിക്കുന്ന പേരൻസ് വളരെ കുറവാണ്. നമ്മൾ കൂടുതലും പേരൻസ് ആയിട്ട് ഇരിക്കുന്നത് ഒന്നെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ, അല്ലെങ്കിൽ നിന്റെ കൂട്ടുകെട്ടാണ് മോശം എന്ന് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാന്നല്ലാതെ ഒരിക്കലും ആ ഒരു കുഞ്ഞിന്റെ ഇഷ്യൂസ് എന്താണെന്നോ ആ കുട്ടിക്കൊരു സഹായം വേണോ എന്നോ. ഇപ്പം എൻ്റെ മുമ്പിൽ ഈ പറയുന്ന പോലെ കുഞ്ഞ് വന്നിരിക്കുമ്പം ഞാൻ ആലോചിക്കുന്നത് എൻ്റെ മക്കൾക്ക് പോലും ചിലപ്പം ഇതുപോലെ ആരുടെ അടുത്തെങ്കിലും പോയിരിക്കേണ്ടി വരും. ഞാനൊരു കൗൺസിലർ ആണെന്ന് വെച്ചാൽ
എൻ്റെ മോൻ എൻ്റെ അടുത്ത് വന്നിരിക്കണം എന്നില്ല സംസാരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ അവൻ്റെ അമ്മയാ ആദ്യം, പിന്നെയാണ് കൗൺസിലർ എന്നുള്ളത്. പക്ഷെ മറ്റു കുട്ടികൾക്ക് എൻ്റെ അടുത്ത് വരുമ്പം ദേ ആർ വെരി ഹാപ്പി. അവർക്ക് അവരെ മനസ്സിലാക്കുന്ന ഒരാള് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മുടെ മക്കളുടെ പകുതി പ്രശ്നങ്ങളും തീരും. ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് വൈറലായിരിക്കുന്നു. റീസെന്റ് പൊങ്കൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് ആസ് എ മോട്ടിവേറ്റർ ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ട് എല്ലാവർക്കും മേഡത്തെ അറിയാം. ഇപ്പോൾ പരസ്യ ചിത്രങ്ങളിൽ ഒരു മോഡലായിട്ട് പോലും ഞങ്ങൾ കാണുന്നുണ്ട്. ഇത് മുൻപും ഇതുപോലെ മോഡലിംഗ് രംഗത്ത് ഉണ്ടായിരുന്നോ? ഒരു നല്ലൊരു പ്രൊഫഷണൽ മോഡലിംഗ് ആയിട്ടാണ് നമുക്ക് വീഡിയോസ് എല്ലാം കാണുന്നത്. അതിലുള്ള താല്പര്യം ഒന്ന് പറയാം. ആക്ച്വലി ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം എന്നെ അറിയാവുന്ന പലർക്കും ഉള്ളൊരു സംശയം ഇതെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ഇല്ല. ഞാൻ മുമ്പ് മോഡലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ആൻഡ് മോഡലിംഗ് നല്ലൊരു ഫീൽഡ് തന്നെയാണ്. അതിനോട് എനിക്കൊരു എതിർപ്പൊന്നുമില്ല. പക്ഷെ ഇത് എന്ന് വെച്ചാൽ എനിക്ക് ചെറുപ്പകാലം മുതൽ ഈ ഫോട്ടോസ് എടുക്കുക എന്നുള്ളത് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എൻ്റെ മൂത്ത ബ്രദർ എന്ന് പറഞ്ഞാൽ ആൾക്കും ഫോട്ടോഗ്രാഫി ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ആ ഒരു സമയം മുതൽ ചേട്ടന് അന്നേരത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് കൊണ്ടുവരും, ഫോട്ടോസ് എടുക്കും. അപ്പം നമ്മൾ ചെറുതിന് എപ്പോഴും അങ്ങനെ ആ ഒരു ഇതിൽ ഇഷ്ടപ്പെട്ട് വളർന്ന ഒരാളാണ് ഞാൻ. പിന്നെ മുമ്പ് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാഞ്ഞിട്ടല്ല, ഇപ്പം പറയുന്ന പോലെ സിനിമയ്ക്കാണെങ്കിലും അഡ്വർടൈസ്മെന്റ്സിലാണെങ്കിലും എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇറ്റ് വാസ് മൈ കപ്പ് ഓഫ് ടീ. എനിക്കത് അങ്ങനെ ഒരു താല്പര്യമുള്ള ഒരു കാര്യമല്ലായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം മുന്നേ ഇവിടുത്തെ ഒരു വിമൻസ് വിങ്ങിന് വേണ്ടി ഒരു മോട്ടിവേഷൻ ക്ലാസ് ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് പരിചയമുള്ള, എനിക്ക് വളരെ അടുത്തുള്ള ഒരു ഫ്രണ്ട് ഇവിടെ സോന ഗോൾഡൻ ജ്വല്ലറി ഡയമണ്ട്സിന് വേണ്ടി വർക്ക് ചെയ്യുമ്പം എന്നെ അപ്രോച്ച് ചെയ്തു. ഇങ്ങനെയുണ്ട്, നമ്മളൊരു ന്യൂ ഫേസിനെയാണ് നോക്കുന്നത്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു പബ്ലിക് ഫീൽഡ് ആയതുകൊണ്ട് അവരൊരു ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള രീതിയിൽ ഒരാൾ വേണം, അത് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ഫേസ് ആണെങ്കിൽ നല്ലതാണെന്ന്. അപ്പം ഈ പറയുന്ന പോലെ എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ വീട്ടിലുള്ള ഫോട്ടോസ്. ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിന് ഈ പറയുന്ന പോലെ ഫോട്ടോഗ്രാഫി ഭയങ്കര ഒരു പാഷനാണ്, ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് എടുക്കാനും ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഇത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം അതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ പോയി സോന ഡയമണ്ട്സ് ടീമിനെ കണ്ടു, നമുക്ക് അവർ ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒരുപാട് നല്ല ആൾക്കാരായിട്ട് തോന്നി. അപ്പം അത് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ആൻഡ് ഇത് നമ്മുടെ ഒരു കംഫർട്ടിൽ നമ്മൾ രണ്ടുപേരും എന്ത് കാര്യം ചെയ്താലും ഒന്നിച്ച് എൻജോയ് ചെയ്ത് ചെയ്യുന്നുള്ള ഒരാൾക്കാരാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ നിങ്ങൾ കണ്ടാൽ തന്നെ ഇപ്പം ഇന്റീരിയർ ഡെക്കറേഷൻ ആയാലും നമ്മുടെ ഗാർഡനിങ് ആയാലും ഇതെപ്പോഴും നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഫോട്ടോഷൂട്ട്സും ഈ മോഡലിംഗും ഇതിന്റെ ഒരു പാർട്ട് മാത്രമാണ്, അല്ലാണ്ട് ഇതിലൊരു കരിയർ എനിക്ക് ഇല്ല. ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എനിക്ക് അതിലോട്ട് പോകാൻ താല്പര്യമില്ല. മാറുന്ന സൗദി അറേബ്യയെ കുറിച്ച് വിഷൻ 2030 പോലെയുള്ള സൗദി അറേബ്യയുടെ പുതിയ പ്രയാണത്തെ കുറിച്ച് എന്താണ് മാഡത്തിന്റെ അഭിപ്രായം? മാറുന്ന ഞാൻ ഇപ്പൊ സൗദി അറേബ്യയിൽ വന്നിട്ട് 15 കൊല്ലമായി, 15 ഇയേഴ്സ്. അന്നും ഇന്നും എനിക്ക് സൗദി അറേബ്യ ഒത്തിരി ഇഷ്ടമുള്ള ഒരു രാജ്യം തന്നെയാണ്. എനിക്ക് ഒരിക്കലും ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് നിന്ന് ഇവിടെ വന്നപ്പം പലരും എന്നോട് ചോദിച്ചിരുന്നു, സൗദി അറേബ്യ എങ്ങനെയാ, ഒത്തിരി സ്ട്രിക്റ്റ് ആയ ഒരു നാടല്ലേ, എങ്ങനെയല്ലേ? പക്ഷെ എനിക്ക് ഇവിടെ വന്ന അന്നാണേലും ഇന്നാണേലും സൗദി അറേബ്യനെ ഒരേപോലെ ഇഷ്ടമാണ്. പിന്നെ വരുന്ന ചേഞ്ചസ് ഒത്തിരി നല്ലൊരു ചേഞ്ചസ് ആണ്. കാരണം പുറത്തെ രാജ്യത്തിന് ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരുന്നു സൗദി അറേബ്യനെ കുറിച്ച്. എസ്പെഷ്യലി ഇവിടെ സ്ത്രീകൾക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇവിടുത്തെ സ്ത്രീകൾക്ക് എന്താ പറയുക ഓപ്പണിങ്സ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളെ കുറിച്ച് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഞാൻ ഇത്രയും കാലം ജോലി എടുത്ത ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളത് സൗദി ലേഡീസ് ആയാലും ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആണ്, ഒത്തിരി സ്മാർട്ടാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പുറത്തെ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ഒരു അറിവില്ല, എന്നും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അറിവായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഈ മോഡേണൈസേഷനും ഈ പുതിയ ഒരു ചേഞ്ചസും ഇതെല്ലാം കാരണം പുറത്തെ ആൾക്കാർക്കും പുറത്തെ രാജ്യത്തെ ആൾക്കാർക്കും ഈ വന്നിരിക്കുന്ന ചേഞ്ചസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട്, ഒരുപാട് രീതിയിൽ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഐ തിങ്ക് ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഇനിഷ്യേറ്റീവാണിത്. ഇപ്പൊ ഈ പറയുന്ന പോലെ സൗദി അറേബ്യയിൽ നമ്മുടെ ക്രൗൺ പ്രിൻസ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പല ചേഞ്ചസും ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് ഒത്തിരി ഡെവലപ്ഡ് ആയിട്ട് ഇപ്പം പലരും ദുബായിനെക്കാളും ബെറ്റർ ആയിട്ട് മെച്ചപ്പെട്ട് വരും സൗദി എന്ന് വിചാരിക്കുന്നു, ഇന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ന്യൂം പ്രോജക്റ്റ് പോലെ പല പല കാര്യങ്ങളും ഇപ്പം ബിലോഡ് വേൾഡ് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇപ്പം മൂവി തിയേറ്റേഴ്സ്, ഇങ്ങനത്തെ ഒരുപാട് എന്റർടൈൻമെന്റ് ഫീൽഡിലായാലും ടെക്നോളജി ഫീൽഡിലായാലും എല്ലായിടത്തും വന്നിരിക്കുന്ന ഈ ഒരു ചേഞ്ചസ് ഒത്തിരി വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കുടുംബം, ഫാമിലി, കുട്ടികൾ, അതിനെയൊക്കെ കുറിച്ച് പ്രവാസ ലോകത്തുള്ള എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ടാവും, പറയാമോ? ഞാൻ ജനിച്ച് വളർന്നതെല്ലാം കൂർഗിലാണ്, കൊടക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എൻ്റെ എഡ്യൂക്കേഷൻ ആയാലും എല്ലാം ഞാൻ ബാംഗ്ലൂർ, മൈസൂർ, ഇങ്ങനെ കർണാടകയിൽ തന്നെയാണ് പഠിച്ചതും വളർന്നതും എല്ലാം. എനിക്ക് 2 ചേട്ടന്മാരുണ്ട്, അച്ഛൻ, അമ്മ, ഇവരെല്ലാം കൂർഗിലാണ്. എൻ്റെ ഒരു മൂത്ത ബ്രദർ ഓസ്ട്രേലിയയിലാണുള്ളത്.
ഇവിടെ എൻ്റെ ഹസ്ബൻഡ് NBയിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 മക്കളാണ്, 2 ആൺമക്കൾ. ഒരാൾ 5th ഗ്രേഡിൽ പഠിക്കുന്നു, ഒരാൾ LKGയിൽ പഠിക്കുന്നു. അലിയാസ്മിൻ സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ പറഞ്ഞ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഷാൻ ബാലൻ എന്നാണ്. ആളിവിടെ NBയിൽ IT പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ എല്ലാ കാര്യത്തിലും എന്നെ കൂടെ സപ്പോർട്ട് ചെയ്ത്, എന്നെ എല്ലാത്തിലും എന്നെ ഗൈഡ് ചെയ്ത്, എൻ്റെ കൂടെ എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ആളുടെ ബേസിക്കലി ബാംഗ്ലൂരാണ്. ഒരുപാട് നന്ദി. ഇത്രയും നേരം പ്രവാസ ലോകത്തുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കുമെല്ലാം ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മെസ്സേജസ് നമുക്ക് ഈ GCC ടൈംസിലൂടെ അറിവുകൾ നൽകുവാനായി നമുക്ക് കഴിഞ്ഞു. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് GCC ടൈംസിന്റെ എല്ലാവിധ നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് GCC ടൈംസ്.